നിന്റെ വണ്ടിക്കുപ്പി നിന്റെ അമ്മ കുടിച്ച് തീർത്തു. എന്നും ഈ ഉണക്കപ്പുട്ട എന്നാ ഇത് തന്നെ തിന്ന. എന്തൊരു ശവമേ, നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് നിന്റെ അമ്മയുടെ മുടി ഇതിനകത്ത് ഉണ്ടാവരുതെന്ന്. എന്തടി നിന്റെ നാവിറങ്ങിപ്പോയോ? നിനക്കെന്തൊരു ചോദിച്ചത് കേട്ടില്ലേ? തൊള്ളായിരുന്നെന്തായാലും പറയടി. നീ ഒരു ശപിക്കപ്പെട്ടവളാ, അല്ലെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. നീ ഇവിടെ കാലെടുത്ത് കുത്തിയ എന്റെ 3ന്റെ അന്ന് എന്റെ അമ്മ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ, ഒന്ന് പെറാൻ പോലും നിനക്ക് പറ്റിയിട്ടുണ്ടോ? ഛേ, ലോകത്ത് എന്തോ ഒരു പെണ്ണുങ്ങളുണ്ടായിട്ടും ഈ മച്ചിയാണല്ലോ എനിക്ക് കിട്ടിയത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി, ഇല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്, ഏത് നരകത്തിലേക്കാന്ന് വെച്ചാ. എത്രയും വേഗം വന്ന് കൂട്ടിക്കൊണ്ട് പോക്കും, അല്ലെങ്കിൽ ആ ദുഷ്ടൻ അതിനെ തല്ലിക്കൊല്ലും. ശരി ശരി, എനിക്ക് സന്തോഷമായി പോയി. കുര്യൻ ഇന്ന് വീട്ടിൽ കിടന്ന് നല്ല വഴക്കായിരുന്നു. ഞാൻ സാലിയുടെ അപ്പനെ വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വരും. അത് നന്നായി അല്ലേ, കൊറേ നാളായി സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നത്തോടുകൂടി അതിനൊരു തീരുമാനമാവൂലോ. ഞാൻ ആരാ മോള്? അതെ അതെ, നിന്നെ സമ്മതിക്കണം. അതൊക്കെ പോട്ടെ, ചായ തിളപ്പിച്ചോ? പിന്നെ എന്നാ പോയി വിളമ്പ. ഇത് കുടിക്കാത്ത എന്തേ? അടിച്ചോളൂ. ഗാജം തീർന്നു. ഓഹോ, അവളെ വക്കടെ തന്തേനെ വിളിച്ചു വരുത്തി എന്നോട് വഴക്കുണ്ടാക്കാനുള്ള പരിപാടിയാ അല്ലേ? കുറച്ച് നാളായി തന്തപ്പടിക്ക് ടോങ്ങി വെച്ചേക്കണു. അത് ഇന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തേക്കാം. എടാ എനിച്ചാ, ഓ എന്നാന്നേ, ഒരു കുപ്പി പാഴ്സല് അപ്പ തരാം. മോളെ, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിന്നെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയക്കുമ്പോൾ നമ്മൾ വളരെ പാവപ്പെട്ടവരായിരുന്നു. ഇപ്പോ നിനക്കൂടി താമസിക്കാനുള്ള വകയോടെയുണ്ട്. നീ എത്ര നാളെന്ന് കരുതിയാ ഇവിടെ ഇങ്ങനെ നരകിച്ച്? ഇന്ന് അവളുടെ അപ്പനോട് എന്നെ പറയണേന്ന് അറിയണം. എന്നിട്ട് വേണം അവളുടെ മുമ്പിൽ വെച്ചിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ. എന്നാ കുഞ്ഞേച്ചി, ഇത് കവിളിലൊരു പാട്. ഓ, അളിയന്റെ സമ്മാനമായിരിക്കും അല്ലേ? അപ്പ ഞാനോ നല്ലപോലെ ഒന്ന് കൈകാര്യം ചെയ്യട്ടെ. വേണ്ട വേണ്ട, കയ്യാങ്കളി ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. മോളെ, നിനക്ക് എടുക്കാനുള്ളത് എന്നാ വെച്ചാ എടുക്ക്. ആ പ്രാന്തൻ വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. അപ്പ നമ്മളെന്നെ അവനെ പേടിക്കണോ? അതല്ല മോനെ, അവനൊരു ബോധമില്ലാത്തവനാ. അവൻ എന്നാ പറയണേ പ്രവർത്തിക്കണേന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ. നാളെയും മേടിക്കും അപ്പനും മേടിക്കും. മോളെ സാലി, നീ എന്നെ ഒന്നും പറയാത്തേ? കുഞ്ഞേച്ചി എന്തെങ്കിലും ഒന്ന് പറ. അപ്പാ, എന്നാ മോളെ? ഞാൻ കുര്യൻചേട്ടനെ വിട്ട് എങ്ങോട്ടും വരുന്നില്ല. പിന്നെ പ്രാന്തന്റെ ചവിട്ടുകൊണ്ട് ചാവാനാണോ കുഞ്ഞേച്ചിയുടെ ഉദ്ദേശം? എന്നെ എത്ര തല്ലിയാലും ചീത്ത വിളിച്ചാലും കുര്യൻചേട്ടൻ എന്നെ വലിയ കാര്യമാ. എന്നിട്ടാണ് അവൻ നിന്നെ കൊല്ലാക്കല ചെയ്യണത്. വേണ്ട മോളെ, മതിയാക്ക്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൻ എന്നെ നിർബന്ധിക്കരുത്. കുര്യൻചേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും കൂടെ ഇട്ടേച്ചു പോയാ ചേട്ടൻ പട്ടിണി കിടന്ന് മരിക്കും. കുര്യൻചേട്ടന് എല്ലാം അമ്മയായിരുന്നു. അമ്മ പോയതോടെ മനസ്സാകെ തകർന്നു പോയി. സമയമായാൽ ആരായാലും മരിക്കും. അതിനൊക്കെ നീയാ കാരണം. ഒന്ന് പോകാൻ പറ. ഒരു ചായ തിളപ്പിക്കാൻ പോലും കുര്യൻചേട്ടൻ അറിയില്ല. ഒരു പാവമാ. ഞാനും കൂടെ ഇട്ടേച്ചു പോയാ ആരാ അപ്പ ഉള്ളത്? മോളെ,
തല്ലുകൊള്ളാത്ത ഒരു ദിവസമെങ്കിലും നിനക്കുണ്ടോ? തല്ലി തല്ലി അവൻ നിന്നെ ഈ കോലത്തിലാക്കി. ഇനിയും നീ ഇവിടെ നിന്ന് അവൻ നിന്നെ തല്ലിക്കൊല്ലും. അപ്പാ, കുര്യൻചേട്ടൻ എന്നെ തല്ലിക്കൊന്നാലും കുര്യൻചേട്ടനെ വിട്ട് ഞാൻ പോരുന്നില്ലപ്പാ. എനിക്ക് കുര്യൻചേട്ടനെ കിട്ടിയത് കർത്താവിന്റെ സക്രാരിയുടെ മുമ്പിൽ വെച്ചല്ലേ. കെട്ടാനും അഴിക്കാനും അധികാരമുള്ള പുരോഹിതന്മാരല്ലേ അപ്പാ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. ദൈവം യോജിപ്പിച്ച ഞങ്ങളെ മനുഷ്യർ വേർപിരിക്കണോ? ശരി മോളെ, അവൻ നന്നാവോ നമുക്ക് നോക്കാം. വാ മോനെ, പോവാം. ചേട്ടാ, എന്റെ പൊന്നു മോളെ, എന്നോട് ക്ഷമിക്കണേ. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ഇത്ര വൈകി പോലും. എന്റെ ദൈവമേ, ഞാൻ ഇത്ര മഹാഭാവിയാണ്. എന്നോട് കരുണ തോന്നണത്. എന്താ 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 എന്താവാൻ, അത് ചീറ്റിപ്പോയി. ഓ, പോയത് പോട്ടെ, വിഷമിക്കണ്ട. നമുക്ക് അപ്പുറം മതിലിൽ പോയി നോക്കാം. അവിടെ ഉണ്ടല്ലോ 2 എണ്ണം. ആ ശരി എന്നാ വാ, ശരി, വാ. ശരിയാ. സാലി, സമയം സന്ധ്യയായി. വാ പ്രാർത്ഥിക്കാം. ദാ വരുന്നു ചേട്ടാ. ആ പായും ഇങ്ങെടുത്തു. വേഗം പൂട്ടിയിറങ്ങ. ദാ പൂട്ടുവാ. നേരത്തെ പള്ളി ചെന്നാലേ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. 1 കൊരിന്ത്യർ 7:14. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഉൽപ്പത്തി 2:18.